Kiddies, welcome back. In the process costing last part number 6. In the process costing video class work start. So this is cover 8 mark essay question. Essay question is normal loss and abnormal gain problem. In this video main cover but abnormal loss and gain. This is two problem we did. Class work in group. This is two problem we already did. 90% above abnormal loss in the account amount but concept see abnormal gain account normal loss in normal loss ഇല്ലേ ഞാൻ പറഞ്ഞില്ലല്ലോ എന്തിനാ അവിടെ എഴുതിയത് അങ്ങനെ പല കാര്യങ്ങളും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല ബിക്കോസ് എൻ്റെ ആ ഒരു വീഡിയോസിന്റെ പർപ്പസ് പ്രോബ്ലം ചെയ്യണം 3 മാർക്സ് 3 മാർക്സിന് വന്ന 3 മാർക്സ് കിട്ടണം ഇപ്പം ഇത് കഴിഞ്ഞ് വരുന്ന വീഡിയോന്റെ പാർട്ടിൽ എനിക്ക് തോന്നുന്നു ഒരു 10 15 മിനിറ്റ് ഉണ്ടാവും അത് 15 മിനിറ്റ്സ് ആണെന്ന് തോന്നുന്നു ഈ 15 മിനിറ്റ്സ് ഞാൻ പറയുന്നത് അബ്നോർമൽ ലോസ് ആൻഡ് അബ്നോർമൽ ഗെയിൻ നമ്മൾ ഓൾറെഡി ചെയ്ത കണക്കിന്റെ concept wise explanation ആണ് നിർബന്ധമായിട്ടും കാണാം അത് കണ്ടാൽ നിങ്ങൾക്കുള്ള ഈ സംശയങ്ങളൊക്കെ ഏകദേശം മാറും ഒരുവിധം കുട്ടികളത് മാറും പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഇതിന്റെ ബാക്കിയുള്ള ആ ഒരു സംഭവം കാണാം അതിനുശേഷം നമുക്ക് 8 മാർക്കിന്റെ പ്രോബ്ലം ഇവിടെ സ്റ്റാർട്ട് ചെയ്യും ഓക്കെ സോ ഫസ്റ്റ് ഐ ആം സ്റ്റാർട്ടിംഗ് വിത്ത് ദിസ് പ്രോബ്ലം ഓൾറെഡി നിങ്ങളുടെ ബുക്കിലുള്ളതാണ് ഞങ്ങൾ ഓൾറെഡി ചെയ്തതാണ് ഇതിന് മുന്നേത്തെ വീഡിയോസിലുള്ള അബ്നോർമൽ ലോസിൻ്റെ പ്രോബ്ലമാണിത് ഇത് നിങ്ങൾ ഓൾറെഡി ചെയ്തതാണ് ഓക്കെ അപ്പോൾ ഞാൻ ഫസ്റ്റ് മാത്രം നോക്കിയാൽ മതി ഞാനതിവിടെ അറ്റംപ്റ്റ് ചെയ്യാണ് റോ മെറ്റീരിയലൊക്കെ എഴുതി ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാനറിയാം സോ നമുക്കിവിടെ ഈ 2 എമൗണ്ട് കണ്ടുപിടിക്കണം അല്ലേ അബ്നോർമൽ ലോസിൻ്റെ റുപ്പീസും കണ്ടുപിടിക്കണം നെക്സ്റ്റ് പ്രോസസ്സിലേക്കുള്ളതിൻ്റെ റുപ്പീസും സോ ഇതുവരെ നമ്മൾ അതിനൊരു ഇക്വേഷൻ്റെ ഫൊമാറ്റ് കൊടുത്തിട്ടില്ല സോ ഞാനിപ്പോൾ അതിൻ്റെ ഇക്വേഷൻ പറയാൻ പോകുന്നു ഓക്കെ ശരി ആദ്യ ഇക്വേഷൻ പറഞ്ഞാൽ ചില കുട്ടികൾക്ക് ഈ ഇക്വേഷൻ പഠിച്ച് അതിനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ആദ്യം അങ്ങനത്തെ ഒരു നൂലാമാലകൾക്കും പോകാഞ്ഞത് എനിവേ ഇറ്റ്സ് വെരി ഇപ്പം നിങ്ങൾക്കിത് സിമ്പിളായിരിക്കും നോക്കിക്കോ അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്ന വാല്യൂ കണ്ടുപിടിക്കാൻ പോകുന്നു ഓക്കെ സോ ഞാനിവിടെ എഴുതുവാണ് കോസ്റ്റ് പെർ യൂണിറ്റ് ഇസ് ഈക്വൽ ടു ഈ ഭാഗം ടോട്ടൽ എക്സ്പെൻസ് എന്ന് വിളിച്ചുകൂടെ ഈ ഭാഗത്ത് എക്സ്പെൻസ് എഴുതുക നമ്മൾ ഓൾറെഡി പറഞ്ഞു പ്രോസസ് അക്കൗണ്ടാണ് ഇത് പ്രോസസ് അക്കൗണ്ടിൽ ഈ ഭാഗത്ത് നമ്മൾ എക്സ്പെൻസ് അല്ലേ എഴുതുക അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് പിടിക്കാം ടോട്ടൽ എക്സ്പെൻസ് ഇൻകേർഡ് ചെലവായ ടോട്ടൽ എക്സ്പെൻസ് ഓക്കെ ഇതിൽ നിന്ന് നമ്മൾ ഏതാണോ മൈനസ് ചെയ്യുന്നത് ഈ റുപ്പീസിൻ്റെ കോളം അല്ലേ ഇതിലുള്ള റുപ്പീസ് ഈ റുപ്പീസ് അല്ലേ മൈനസ് ചെയ്യുന്നത് ഇതിനെ ഞാൻ എന്ത് വിളിക്കുന്നതെന്നറിയോ ഇത് നോർമൽ ലോസിൻ്റെ സ്ക്രാപ്പ് വാല്യൂ അല്ലേ ആണ് അപ്പോൾ ഞാനിവിടെ എന്ത് എഴുതി മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഓഫ് നോർമൽ ലോസ് ഓക്കെ ഡിവൈഡഡ് ബൈ പിന്നെ ഞാൻ എന്താ ചെയ്തത് ഇതും മൈനസ് ചെയ്തു അല്ലേ ഇവിടെ എന്ന് പറയുമ്പോൾ ഇത് രണ്ടും നമ്മൾ ഓൾറെഡി കണ്ടുപിടിക്കേണ്ടതാണ് അപ്പോൾ ഇവിടെ 100 നമ്മൾ 10 മൈനസ് ചെയ്തു നിങ്ങളെല്ലാം ബുക്ക് എടുത്ത് നോക്കിയാൽ 100 മൈനസ് 10 അപ്പോൾ ഞാനിവിടെ അതിനും പേര് കൊടുക്കണ്ടേ കൊടുക്കുവാണ് ഈ 100നെ നമ്മൾ വിളിക്കും ഗ്രോസ് ഇൻപുട്ട് മൈനസ് ഇതെന്താ സാധനം നോർമൽ ലോസിൻ്റെ യൂണിറ്റ്സ് ഓഫ് നോർമൽ ലോസ് ഓക്കെ സംഭവം ക്ലിയർ ആണല്ലോ ഇതാണ് ആ ഇക്വേഷൻ ഇനി നമുക്കത് ഇട്ട് നോക്കാം ടോട്ടൽ എക്സ്പെൻസസ് 1600 അല്ലേ ഇത് രണ്ടും ആഡ് ചെയ്തിട്ടുള്ളത് 1600 മൈനസ് സ്ക്രാപ്പ് വാല്യൂ 70 ഡിവൈഡഡ് ബൈ ഗ്രോസ് ഇൻപുട്ട് 100 മൈനസ് യൂണിറ്റ് ഓഫ് നോർമൽ ലോസ് 10 ഈസ് ഈക്വൽ ടു എത്രയാണ് നമുക്ക് കിട്ടിയത് 15 rupees okay let me do it 17 rupees അല്ലേ ഇത് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും ₹17 per unit ഇതാണ് നമ്മുടെ എന്ത് കോസ്റ്റ് പെർ യൂണിറ്റ്
ഓക്കെ ആണല്ലോ? ആണ്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യുന്നു? ഈ 15 ഇൻറ്റു ചെയ്യുന്നു. ഏതിനെ കൊണ്ട്? 17 കൊണ്ട് അല്ലേ? ഇൻറ്റു ചെയ്തോ? 15 ഇൻറ്റു 17 255 കിട്ടും. കിട്ടിയതാ നിങ്ങൾക്ക്. ഇനി നിങ്ങൾ ഇവിടെ പ്രോസസ്സ് ബി കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ചെയ്തത്? നമ്മൾ എന്ത് ചെയ്തു? ബാലൻസ്, ബിക്കോസ് ഇനി ഇത് മാത്രമേ മിക്സിംഗ് ഉള്ളൂ. അപ്പോൾ ബാക്കിയെല്ലാം ഉണ്ട്. ഒബ്വിയസ്ലി ഇതെന്തായിരിക്കും? ബാലൻസിങ് ഫിഗർ ആയിരിക്കും. ഇനി നിങ്ങൾ നോക്കിക്കോ, ഈ പെർ യൂണിറ്റ് നമ്മൾ കണ്ടുപിടിച്ചില്ലേ? ഓക്കെ, അബ്നോർമൽ ലോസ് ആയിക്കോട്ടെ, അബ്നോർമൽ ഗെയിൻ ആയിക്കോട്ടെ, ഫിനിഷ്ഡ് ഗുഡ്സ്, അതായത് ഫുൾ ട്രാൻസ്ഫർ ചെയ്യുന്ന യൂണിറ്റ്സ് ആയിക്കോട്ടെ, ഇതിൻ്റെ എല്ലാം കോസ്റ്റ് പെർ യൂണിറ്റ് സെയിം ആയിരിക്കും. ഓക്കെ, 75 നിങ്ങളിപ്പം ബാലൻസ് ചെയ്ത് കിട്ടിയ ആൻസർ 1275 അല്ലേ? നിങ്ങൾ 75 ഇൻറ്റു കോസ്റ്റ് പെർ യൂണിറ്റ് ചെയ്ത് നോക്കിയേ, കിട്ടിയില്ല 1275. സി, അതിൻ്റെ മീനിങ് ഈസ് ഈ ഒരു സാധനം ഇത് സെയിൽ മീൻസ് അടുത്ത നമ്മൾ ഇതിൻ്റെ ഒരു കോസ്റ്റ് പ്രൈസ് അല്ലേ, അതായത് അടുത്ത യൂണിറ്റ് അടുത്ത പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഈ പ്രൈസ് അല്ലേ. ഈ ഒരു സാധനം ഈ 15 യൂണിറ്റ് ലോസിൽ പെട്ടില്ലെങ്കിൽ അതിനും എത്ര തന്നെ പൈസ കിട്ടുമായിരുന്നു? 17 രൂപ തന്നെ കിട്ടുമായിരുന്നു. ഇതാണ് ഇവിടെ നിങ്ങൾ ഈ ചെയ്തതിൻ്റെ മീനിങ്. 75 റുപ്പീസ് 75 യൂണിറ്റ് 17 റുപ്പീസ് പെർ യൂണിറ്റ് ആണെങ്കിൽ ഈ ഒരു 15 യൂണിറ്റ് അഥവാ നഷ്ടമായില്ലെങ്കിൽ അതിനും എത്ര കിട്ടുമായിരുന്നു? 17 വെച്ചിട്ട് കിട്ടുമായിരുന്നു. സോ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ അബ്നോർമൽ ലോസ്, അബ്നോർമൽ ഗെയിൻ ആൻഡ് ട്രാൻസ്ഫർ ടു നെക്സ്റ്റ് പ്രോസസ്സൊക്കെ വരുന്ന ഈ ഒരു സംഭവം ഇല്ലേ, ഇതിനൊക്കെ കോസ്റ്റ് പെർ യൂണിറ്റ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതായത് ബാലൻസിങ് ചെയ്തിട്ടിടണം എന്നില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു പ്രാവശ്യം ഈ ഒരു സാധനം കണ്ടുപിടിക്കുക, എന്നിട്ട് എന്ത് ചെയ്താൽ മതി? ഇൻറ്റു ചെയ്താൽ മതി. ലോസ് ആണെങ്കിലും ഗെയിൻ ആണെങ്കിലും ഇവിടെ 17 ഇവിടെ കിട്ടുവാണെങ്കിൽ എല്ലാം ഇൻറ്റു ചെയ്യേണ്ടത് 17 രൂപ കൊണ്ടാണ്. അതിൻ്റെ റീസണാണ് ഇപ്പോൾ പറഞ്ഞത്. ഇത് ഓൾറെഡി ഫിനിഷ് ആയാൽ ഇതിന് 17 കിട്ടുമെങ്കിൽ, ഇത് ലോസ് അല്ലായിരുന്നുവെങ്കിൽ നമുക്ക് ഈ ഒരു 15 യൂണിറ്റ് വിറ്റാലും അല്ലെങ്കിൽ നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് കൊടുത്താലും അതിൻ്റെ കോസ്റ്റ് 17 ആകുമായിരുന്നു. അതാണ് ഈ ചെയ്തതിൻ്റെ മീനിങ്. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്, അതൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി ഇതെന്ത് ചെയ്യുക? ഇവിടെ എഴുതി കഴിഞ്ഞു. ഇനിയിപ്പോൾ 100, 1600, ഇവിടെയും 1600 ആൻഡ് ഹിയർ ഓൾസോ 1000 ആടാ, 100, ഹിയർ ഓൾസോ 100. ഓക്കെ, 100. അപ്പോൾ നമുക്ക് കിട്ടി. ഇനി ഞാൻ ഈ ഒരു അക്കൗണ്ടിൻ്റെ കാര്യമാണ് പറയാൻ പോകുന്നത്. ഈ അക്കൗണ്ടിൽ ഇത് നമ്മൾ ഇങ്ങോട്ട് എഴുതുന്നത് അല്ലേ, ഇവിടെ അബ്നോർമൽ ലോസ് കൗണ്ടർ ഇഫക്റ്റ് വരും ടു പ്രോസസ് എ. എത്രയാ? 15 255. വീഡിയോ സ്ക്രോൾ ചെയ്തിട്ട് മുന്നോട്ട് പോകണ്ട, നിങ്ങൾക്ക് യൂസ്ഫുള്ളുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിവിടെ എഴുതി. ഇനി ഞാനൊരു ചോദ്യം ചോദിക്കാം. ഇത് നമുക്ക് നഷ്ടമാണ് അല്ലേ? ലോസ്, അബ്നോർമൽ ലോസ് നമുക്ക് നഷ്ടമാണ്. നഷ്ടം നമ്മൾ എവിടെ എഴുതണം എന്നും പറഞ്ഞു? കോസ്റ്റിംഗ് P&L അക്കൗണ്ടിലേക്ക് മാറ്റണം എന്നും പറഞ്ഞു. അപ്പോൾ ശരിക്കും നമുക്ക് ഇത്ര പൈസ നഷ്ടമുണ്ടോ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ നോർമൽ ലോസ് നമുക്ക് എത്ര പൈസക്ക്? 7 രൂപക്കാണോ വെക്കുന്നത്? 7, റൈറ്റ്. ഇത് നമ്മൾ എത്ര പൈസക്കാണ് വെക്കുന്നത്? 7. അപ്പോൾ ഇതും ഒരു ലോസ് അല്ലേ? ഇതിനും ഒരു സ്ക്രാപ്പ് വാല്യൂ ഉണ്ടാവില്ലേ? 7. ഇതെന്തായാലും നമുക്ക് നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് ഈ അബ്നോർമൽ ലോസ് നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ലല്ലോ, ബിക്കോസ് അത് നഷ്ടമായിപ്പോയി. ഈ ഒരു നഷ്ടത്തിന് 7 രൂപ ഉണ്ടെങ്കിൽ ഇതിനും നമുക്ക് എത്ര രൂപ കിട്ടും? വിറ്റാൽ, സ്ക്രാപ്പായിട്ട് ഇട്ടാൽ 7 രൂപ. ആ ഒരു കോൺസെപ്റ്റിലാണ് നമ്മളിവിടെ അത് വിൽക്കുന്നതായിട്ട് കാണിച്ചിട്ടാണ് ബൈ ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 15 ഇൻറ്റു 7. അപ്പോൾ യൂണിറ്റിൽ 15, ഇവിടെ 105 എഴുതുന്നത്. അപ്പോൾ 255 നഷ്ടമുണ്ട്. പക്ഷെ അതിൽ നമുക്ക് 15 യൂണിറ്റ് 7 വെച്ച് വിറ്റിട്ട് 105 രൂപയെങ്കിലും തിരിച്ചു പിടിക്കാം. ബാക്കി പൈസ നമുക്ക് എന്ത് തന്നെ? നഷ്ടം തന്നെ. അതാണ് ഇതിൻ്റെ മീനിങ്. നോർമൽ ലോസ് 7 രൂപക്ക് വിൽക്കാമെങ്കിൽ അബ്നോർമൽ ലോസായ 15 യൂണിറ്റും നമുക്ക് 7 രൂപ വെച്ച് വിൽക്കാം. അപ്പം നമുക്ക് 105 കിട്ടും. ശരിക്കും നഷ്ടം 255. അതിൽ ഞാൻ സ്ക്രാപ്പായിട്ട് വിറ്റിട്ട് 105 കിട്ടി. ഇനി എൻ്റെ നഷ്ടം എത്ര? 150. അതാണ് ഇതിൻ്റെ മീനിങ്. ഓക്കെ അല്ലേ? ആണ്. അപ്പോൾ അബ്നോർമൽ ലോസിൽ ഇനി നിങ്ങൾക്ക്
ഒരു സംശയവും വേണ്ട. ഇതാണ് അബ്നോർമൽ ലോസിൻ്റെ കോൺസെപ്റ്റ് വൈസുള്ള ക്ലാസ്. ഞാൻ മുന്നേ പറഞ്ഞ് ഞാൻ എല്ലാവരെയും കൺസിഡർ ചെയ്തിട്ട് ക്ലാസ് എടുക്കുന്ന ആളാണ്. സോ അതുകൊണ്ട് ആദ്യം ഈ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതാഞ്ഞത്. അപ്പം പലരും ഇതങ്ങ് ബൈഹാർട്ട് ചെയ്യും. ബൈഹാർട്ട് ചെയ്യുമ്പം പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ടാണ് പറയാഞ്ഞത്. എനിവേ, ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ഫോർ യു. എന്താണ് ഇതിങ്ങനെ ചെയ്തത് എന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ടോക്കിംഗ് അബൌട്ട് അബ്നോർമൽ ഗെയിൻ. ഇനി ഞാൻ അബ്നോർമൽ ഗെയിനിനെ പറ്റി പറയുന്നു. ഓക്കെ, എടുത്തോ. ഏതാ പ്രോബ്ലം ചെയ്തതെന്ന് വെച്ചാൽ എടുത്തോ. ലാസ്റ്റ് വീഡിയോയിലുള്ള പ്രോബ്ലം വേഗം എടുത്തു വെച്ചോ. ഏതേനോ അത്. ദിസ് വൺ. നിങ്ങളെ ബുക്കിൽ ഈ ഒരു പ്രോബ്ലം എടുത്ത് വെക്കുക. പ്രോഡക്റ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ആഫ്റ്റർ ഇറ്റ് പാസ് ത്രൂ 3 ഡിസ്റ്റൻറ്റ് പ്രോസസ് 200 kg ഓഫ് മെറ്റീരിയൽ. അങ്ങനെ എല്ലാം പറയുന്നുണ്ട്. നിങ്ങളെ കയ്യിലുണ്ട് ആ സംഭവം. ഞാനത് എഴുതട്ടെ. അപ്പോൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഞാനതൊന്നും ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇവിടെ അബ്നോർമൽ ഗെയിനാണ് വന്നത്. അബ്നോർമൽ ഗെയിനും നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു. ഞാനത് ഇനിയും സംസാരിക്കുന്നില്ല. ഇറ്റ് ഇസ് 50. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഇത് കണ്ടുപിടിക്കണം. ഓക്കെ, ആദ്യം ഞാൻ അതിൻ്റെ ഇക്വേഷനിലോട്ട് പോവുകയാണ്. സെയിം ഇക്വേഷൻ കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കണം. ഇക്വേഷൻ ടോട്ടൽ എക്സ്പെൻസ് ഇൻകേർഡ് minus scrap value of normal loss divided by gross input minus units of normal loss. Here it is. ഈ ഒരു ഭാഗം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 11,400 തോന്നുന്നു കിട്ടുക. 11,400 മൈനസ് സ്ക്രാപ്പ് വാല്യൂ 600. ഹിയർ ഇതൊന്നും ആഡ് ചെയ്യേണ്ട അല്ല. അപ്പോൾ 2000 മൈനസ് 200. സോ ഇറ്റ് ഈസ് 2000 മൈനസ് 200 പെർ യൂണിറ്റ്. 6 രൂപ കേട്ടോ അല്ല, ₹6 പെർ യൂണിറ്റ്. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം അബ്നോർമൽ ഗെയിനിൽ ഇടുവാണെങ്കിൽ ഇവിടെ ഞാൻ ഇൻറ്റു 6 ചെയ്യണം. ഐ വിൽ ഗെറ്റ് 300. സെയിം ഞാൻ ഇവിടെ എത്ര തന്നെയാണ് ചെയ്യേണ്ടത്? ഇൻറ്റു 6. നിങ്ങളത് ബാലൻസ് ചെയ്താലും നിങ്ങൾക്ക് അതേ ആൻസർ തന്നെയാണ് കിട്ടുക. പ്ലസ് ഓക്കെ, സെയിം ഇവിടെയും 1850 ഇൻറ്റു 6 ചെയ്താൽ നിങ്ങൾക്ക് 11131 ബാലൻസ് ചെയ്താലും ഇതേ ആൻസർ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഇനി ഇത് എന്ത് ചെയ്ത് കൊടുത്താൽ മതി? ടോട്ടൽ ചെയ്തിട്ട് ഇവിടെ ഇടാം. ക്ലിയർ ആണല്ലോ? ഹിയർ അബ്നോർമൽ, വാട്ട് ഈസ് അബ്നോർമൽ ഗെയിൻ പറയേണ്ട കാര്യമുണ്ട്, അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. നമ്മൾ വിചാരിച്ചത്ര നോർമൽ ലോസ് വന്നില്ല. നമ്മൾ വിചാരിച്ച് 200 യൂണിറ്റ്സ് ലോസ് ആവുന്നു. ബട്ട് 200 യൂണിറ്റ് ലോസ് ആയില്ല. അതുകൊണ്ടാണ് ഇവിടെ അബ്നോർമൽ ഗെയിൻ വന്നത്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത അത്രയും ലോസ് ഇവിടെ ഉണ്ടായില്ല. അതല്ല റീസൺ. നമ്മൾ വിചാരിച്ച് 2000 യൂണിറ്റ്സ് ഇൻപുട്ട് ഇട്ടപ്പം 200 യൂണിറ്റ്സ് നോർമൽ ലോസ് ആവും. അങ്ങനെ എനിക്ക് 1800 കിട്ടുവാണ്. ബട്ട് ഹിയർ വി ഗോട്ട് 1850. കാണുന്നില്ലേ? ഓക്കെ, 2000 മൈനസ് 200 നോർമൽ ലോസ് ഉണ്ടാവും എക്സ്പെക്ട് ചെയ്തു. ബട്ട് ആൻഡ് വി എക്സ്പെക്റ്റഡ് 1800. നമുക്ക് പക്ഷേ എത്ര കിട്ടി? 1850. അതിൻ്റെ മീനിങ് എന്താ? ഇവിടെ 200 ഇല്ല. എത്രയേ ഉള്ളൂ ശരിക്കും ലോസ്? 150. ഇതല്ലേ എൻ്റെ മീനിങ്. ഇവിടെ 150 ആയതുകൊണ്ടല്ലേ ഇവിടെ 1850 കിട്ടി. ബട്ട് നമ്മൾ വിചാരിച്ച അത്ര നോർമൽ ലോസ് ഇല്ല. സോ അങ്ങനെ കിട്ടിയ 50-നെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? അബ്നോർമൽ ഗെയിൻ. സോ ഇവിടെ ഓൾറെഡി നിങ്ങൾക്ക് അതൊക്കെ അറിയാം. ഇനി ഇതാണ് സംശയം. ഇവിടെ എന്താ ഇങ്ങനെ എഴുതിയേ അങ്ങനെ എഴുതിയേ എന്നൊക്കെയുള്ള പ്രശ്നം ഉണ്ടാവും. സോ ഇതിനെ ഞാൻ ഇപ്പുറം കൊണ്ടുവരട്ടെ. ബൈ പ്രോസസ് 50 300. ഓക്കെ, ഇതെനിക്ക് ഗെയിനാണ് അല്ലേ? അബ്നോർമൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ലാഭമാണ്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളിവിടെ എന്തും വകയല്ല ഇവിടെ 200 യൂണിറ്റ്സ് 5 രൂപക്ക് വിറ്റ് എന്ന് എഴുതിയത്? ഇവിടെ ശരിക്കും 200 യൂണിറ്റിൻ്റെ നഷ്ടമില്ലല്ലോ. ഇവിടെ ശരിക്കും 200 യൂണിറ്റ് അല്ലല്ലോ നോർമൽ ലോസ്. നോർമൽ ലോസ് എത്രയേ ഉള്ളൂ? 150 അല്ലേ? നോർമൽ ലോസ് 150 അല്ലേ ഉള്ളൂ. അതുകൊണ്ടല്ലേ ഇടാ 50 നമുക്ക് എക്സ്ട്രാ കിട്ടിയത്. അപ്പം നിങ്ങൾ എന്ത് വിചാരിച്ചിട്ട് ഇവിടെ 200 എഴുതിയത്? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആ കൂടുതൽ നമ്മൾ എഴുതി 50. അതാണ് ഈ സാധനം ഞാൻ ഇവിടെ എഴുതിക്കോന്ന് പറഞ്ഞില്ലേ? അതെന്താ ശരിക്കും കൂടുതലുള്ളത്? അതായത് 200 പ്രതീക്ഷിച്ചു, പക്ഷെ നോർമൽ ലോസ് എത്രയേ ഉണ്ടായിട്ടുള്ളൂ? 150. അതുകൊണ്ടാണ് എനിക്ക് എത്ര കിട്ടിയത്? ഔട്ട്പുട്ട് 1850. കണക്ക് ചെയ്യാൻ എല്ലാവർക്കും അറിയാം. ഇനി ഡോണ്ട് മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് ലാസ്റ്റ് ഒന്നും ഇല്ലാണ്ടാവണ്ട. ഞാൻ പറയുന്നത് ഇപ്പം അതിൻ്റെ കോൺസെപ്റ്റാണ്. സോ ഞാനിവിടെ എഴുതുന്നു നോർമൽ
ലോസ്. ഓക്കെ, ലോസ് ഓഫ് ഇൻകം എന്ന് പറയാം. ബിക്കോസ് ഓൾറെഡി ഞാൻ ഇത്ര കിട്ടുമെന്ന് വിചാരിച്ചില്ലേ, 200 യൂണിറ്റിന് ഞാൻ 3 വെച്ച് ഇൻറ്റു ചെയ്ത് ഇവിടെ 600 എഴുതി. ബട്ട് കിട്ടൂല. ബിക്കോസ് എനിക്ക് എത്രയേ ഉള്ളൂ, 150 ഉള്ളൂ എനിക്ക് നോർമൽ ലോസ്. സോ 50 രൂപ ഓൾറെഡി ഞാൻ എത്ര പൈസക്ക് വിറ്റിട്ടുണ്ട്, 50 × 3 അല്ലേ. അങ്ങനെയാണ് ഞാനിവിടെ 50 × 3 150 എന്ന് എഴുതുന്നത്. സോ എനിക്ക് ഓൾറെഡി ഞാനിവിടെ ഇൻകം ആയിട്ട് കാണിച്ചതിൽ നിന്ന് ഇത്ര എനിക്ക് കിട്ടുന്നില്ല. ബിക്കോസ് ഇത് ഓൾറെഡി ഇൻകർ ചെയ്തിട്ടില്ല. അതെന്തായിരുന്നു, ഞാൻ 200 അല്ല, എനിക്ക് ശരിക്കും എത്രയും നഷ്ടമുള്ളൂ, 150. അതാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. എന്നിട്ട് ബാക്കി വരുന്നത് 150. ഓൾറെഡി 300 എൻ്റെ ഗെയിൻ ആണ്. പക്ഷേ ഇവിടെ ഞാൻ 600 ഗെയിൻ കാണിച്ചു. പക്ഷേ ആ 600-ൽ ഫുൾ എനിക്ക് ഈ 150 എനിക്ക് കിട്ടുന്നില്ല. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതാണ് 200 എന്ന്. ബട്ട് ഓൾറെഡി എൻ്റെ ലോസ് എത്രയേ ഉണ്ടായിട്ടുള്ളൂ, 150. സോ ഈ 50-ൻ്റെ പൈസ ഞാൻ മാറ്റുന്നു. ബാക്കിയാണ് ഞാൻ എൻ്റെ ഗെയിൻ എന്ന് പറഞ്ഞിട്ട് കോസ്റ്റിംഗ് P&L അക്കൗണ്ടിൽ കാണിക്കുന്നത്. ഹോപ്പ് നൗ ഇറ്റ് ഈസ് ക്ലിയർ ഫോർ യു. ഓക്കെ, അല്ല കണക്ക് ചെയ്യാൻ ഞാൻ പഠിപ്പിച്ചെന്ന് അതിന് മുന്നേത്തെ വീഡിയോ ഉണ്ട്. ഇവിടെ ഇത് എഴുതിക്കോ, ഇൻറ്റു 3 എഴുതിക്കോ എന്നൊക്കെ ഞാൻ പറഞ്ഞു. അതൊക്കെ നിങ്ങൾ ചെയ്ത് നിങ്ങളുടെ അടുത്ത് ഞാൻ ഹോംവർക്ക് തന്നിട്ടുണ്ട്. അതും നിങ്ങൾ ചെയ്ത് തന്നിട്ടുണ്ട്. രണ്ടിനും ഞാൻ ഓരോ ഹോംവർക്ക് തന്നിട്ടുണ്ട്, ലോസിനും ഗെയിനിനും. കണക്ക് ചെയ്യുന്നതിനോട് കൺഫ്യൂഷനുള്ള ആൾ മിക്സ് ആൻഡ് മാച്ച് ചെയ്യേണ്ട. ബട്ട് എല്ലാം അറിയണം എന്നുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കുന്നത്. ഓക്കെ, ഹോപ്പ് ഇറ്റ് ഈസ് നൗ ക്ലിയർ ഫോർ യു. ഓൾറെഡി ഞാനിവിടെ ശരിക്കും 150 × 3 എന്ന് എഴുതണ്ട. പക്ഷേ ഞാൻ 200 × 3 എന്ന് എഴുതി, 50 കൂടുതൽ എഴുതി. ആ 50-ന് ഞാൻ എന്ത് ചെയ്തു, ഈ കിട്ടിയ ലാഭത്തിൽ നിന്ന് അതിന് എടുത്തിട്ട് ബാക്കിയാണ് ഞാൻ ഇവിടെ കൊടുത്തത് കോസ്റ്റിംഗ് P&L അക്കൗണ്ട്. ദിസ് ഈസ് ദ കോൺസെപ്റ്റ് of abnormal loss and abnormal gain. And here is the equation. Cost per unit കണ്ടുപിടിക്കാം and cost per unit ഗെയിനിനും ലോസിനും നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനും എല്ലാം സെയിം ആയിരിക്കും. ഓക്കെ, ബാലൻസ് ചെയ്തിട്ട് കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ, അത് നിങ്ങളെ ഇഷ്ടം. ബട്ട് ഞാൻ പറഞ്ഞതിപ്പോൾ ഇങ്ങനെയാണ്, അങ്ങനെ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ആ essay പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ 8 മാർക്കിൻ്റെ പ്രോബ്ലം ചെയ്യാം. ഓക്കെ, നൗ യു ക്യാൻ സീ ദ ക്വസ്റ്റ്യൻ ഓൺ ദ ബോർഡ്. ഓക്കെ, കാണുന്നുണ്ടല്ലോ. എനിക്ക് BCom-ൽ അഭിഷേക് കേട്ടോ ഇത് എഴുതി തന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ അവിടെ ബോർഡിൽ കാണാൻ പറ്റുന്നുണ്ടോ? പ്രോഡക്റ്റ് പാസസ് ത്രൂ 3, നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. പ്രോഡക്റ്റ് പാസസ് ത്രൂ 3 പ്രോസസ് ABC. 3 പ്രോസസ് ഉണ്ട്, A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്. ഓക്കെ, നോർമൽ വേസ്റ്റേജ് 3%, 5%, 8%. നോർമൽ ലോസും തന്നിട്ടുണ്ട്. വേസ്റ്റേജ് ഓഫ് പ്രോസസ് A was sold at 25 paise per unit. Okay, sale price is given. Okay, that is scrap value is given, right? Yeah. And that of process B ന്റെ തന്നിട്ടുണ്ട്, process C ന്റെയും നോർമൽ ലോസിന്റെ സ്ക്രാപ്പ് വാല്യൂ സെയിൽ ചെയ്ത പൈസ തന്നിട്ടുണ്ട്. 10,000 units were issued to process A in the beginning. So input ആയിട്ട് കൊടുത്തിരിക്കുന്നത് 10,000 units. Okay, the beginning of October 2010 at a cost of ₹1. So material cost is ₹1. Other expenses, sundry, labor, direct expenses are given. And actual output തന്നിട്ടുണ്ട്, A ന്റെയും B ന്റെയും C ന്റെയും. Prepare the process account assuming that closing ഇല്ല, opening ഇല്ല. Okay, also give abnormal wastage, abnormal loss account, abnormal effective account means abnormal gain account. Okay, let's start. നിങ്ങൾ ക്വസ്റ്റ്യൻ നിങ്ങളുടെ കയ്യിൽ എഴുതിയിട്ടുണ്ടാകണം. ഓക്കെ, അപ്പം ഞാൻ ആദ്യം പ്രോസസ് ABC അല്ലേ, അപ്പം ഞാൻ ആദ്യം പ്രോസസ് A വരെയാണ്. A 1 by 1 പോവാം, എല്ലാം ഒരുമിച്ച് എഴുതുന്നില്ല. ഞാൻ ഫസ്റ്റ് A ചെയ്ത് പിന്നെ B ചെയ്ത് അങ്ങനെ പോവാം. ഓക്കെ, യൂണിറ്റ്സ് റുപ്പീസ്, യൂണിറ്റ്സ് റുപ്പീസ്, അതിപ്പോൾ നിങ്ങൾക്ക് അറിയാം. സോ ഞാൻ എഴുതാൻ പോവാണ് പ്രോസസ്. ഫസ്റ്റ് തന്നെ തന്നിരിക്കുന്നത് നോർമൽ വേസ്റ്റേജ് ആണ്. ഞാൻ വെറുതെ ഇവിടെ എഴുതിയിരിക്കുന്നത് നോർമൽ ലോസ്, ദാറ്റ് ഇസ് 3%. പ്രോസസ് Aക്ക് 3%. ആൻഡ് ഇറ്റ് ഇസ് സോൾഡ് 25 പൈസ. സോ ഇതിന് ഞാൻ ഇൻറ്റു വേണ്ടത് ഇൻറ്റു 25 പൈസ, 0.25, 25 പൈസയല്ല, 0.25. ആൻഡ് പ്രോസസ് ബീൻ്റെ ഞാനിപ്പോൾ നോക്കുന്നില്ല, സീൻ്റെ നോക്കുന്നില്ല. 10,000 units were issued. സോ ഇവിടെ മെറ്റീരിയൽ ഇഷ്യൂഡ് അല്ലേ, 10
10,000. 1 രൂപ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 10,000 into 1. Again here comes 10,000. Okay. Now വേറെന്താ പറയുന്നത്? Other expense. പിന്നെ എന്തോ ഒരു മെറ്റീരിയൽ, സൺട്രി മെറ്റീരിയൽ, rupees only given 1,000. Labor 5,000. Direct expense 10,50. ഓക്കെ, ഗിവൺ ആണ്. ആക്ച്വൽ ഔട്ട്പുട്ട്, അപ്പോൾ ഇവിടെ ഞാൻ എഴുതും ബൈ ആക്ച്വൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സാധനം. പ്രോസസ് ഡി, ഹൗ മച്ച്? 9,500 യൂണിറ്റ്സ്. ഇനി ഇവിടെ 3% ഓഫ് ഇൻപുട്ട്, 10,000-ന്റെ 3% 300 വരും. അത് ഞാൻ ഇവിടെ എഴുതും. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? ഇനി see here it comes 10,000 അല്ലേ? ഇവിടെ 10,000, ഈ ഭാഗത്ത് എത്രയേ ഉള്ളൂ? 9,500 and 300, 9,800. സോ 200 രൂപേൻ്റെ വ്യത്യാസമുണ്ട്. ഈ ഭാഗത്താ വന്ന, സോ ഇറ്റ് ഈസ് അബ്നോർമൽ ലോസ്. ഓക്കെ ആണല്ലോ? ഇതൊക്കെ നമ്മൾ മുന്നേ ചെയ്തതാണ്, പ്രശ്നമൊന്നുമില്ല. അടുത്തത് ഇത് കണ്ടുപിടിക്കണം. 300 into 0.25, it's 75, right? 75. സോ ഇത് കണ്ടുപിടിക്കണം, അല്ലേ? അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഓൾറെഡി. ഇക്വേഷൻ എന്താ? ടോട്ടൽ എക്സ്പെൻസ് ഇൻകേർഡ് മൈനസ് അത് തന്നെ സ്ക്രാപ്പ് വാല്യൂ ഓഫ് നോർമൽ ലോസ് ഡിവൈഡഡ് ബൈ ഗ്രോസ് ഇൻപുട്ട് minus units of normal loss. Okay, let's see. ഈ ഭാഗത്തിന്റെ ടോട്ടലാണ് നമുക്ക് വേണ്ടത്. ഈ ഭാഗത്തിന്റെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ 16,975 കിട്ടും. 10,000 പ്ലസ് 1,000 പ്ലസ് 5,000 പ്ലസ് 10,50. ഞാൻ ഇവിടെ എഴുതുന്നില്ലേ? ഇത് പ്ലസ് ഇത് പ്ലസ് ഇത് പ്ലസ് ഇത്, അതല്ലേ ടോട്ടൽ എക്സ്പെൻസ്, മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഓഫ് rupees in the column 75. Okay, divided by gross input units in the column minus units 300. So here comes 9,700 അല്ലേ? അത് എഴുതാല്ലേ 9,700. So cost per unit is equal to, ഇത് വിസിബിൾ ആണോ വീഡിയോയിൽ? ഇല്ല. cost per unit is equal to, ഇത് ചെയ്ത 1 rupee 75 paise per unit. ഈ പെർ യൂണിറ്റ് ഏതിനൊക്കെ അപ്ലിക്കബിൾ ആണ്? അബ്നോർമൽ ലോസിനും അപ്ലിക്കബിൾ ആണ്, ഫിനിഷ്ഡ് ആക്ച്വൽ ഔട്ട്പുട്ടിനും അപ്ലിക്കബിൾ ആണ്. സോ ഇതിന് എന്ത് ചെയ്യുക? 200 into 1.75, you will get 350. 9,500 into 1.75, you will get 16625. ഇനി ഇത് ടോട്ടൽ ചെയ്തിടാം, ഇത് ടോട്ടൽ ചെയ്താൽ എത്ര കിട്ടും? നിങ്ങൾ അത് ഇവിടെ എഴുതിക്കോട്ടാ. ഓക്കെ, സംഭവം ഓക്കെ ആണല്ലോ, പ്രശ്നമൊന്നുമില്ല. സോ നമ്മുടെ ഏത് കഴിഞ്ഞു? പ്രോസസ് സെയിം കഴിഞ്ഞു, കോസ്റ്റ് പെർ യൂണിറ്റും കഴിഞ്ഞു. കോസ്റ്റ് പെർ യൂണിറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു അബ്നോർമൽ ലോസ്, പ്രോസസ് എല്ലാം. അബ്നോർമൽ ഗെയിൻ ആണെങ്കിലും സെയിം. ഓക്കെ, അപ്പോൾ ഇപ്പം സംഭവം ഓക്കെ ആണ്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നതെന്നറിയോ? എനിക്ക് സ്പേസ് ഇല്ലാത്തത് കൊണ്ട് മാത്രം ഞാനിത് റിമൂവ് ചെയ്യുന്നു. നിങ്ങളിത് മയക്കാൻ പാടില്ല. ഇതിൻ്റെ താഴെ ഈ ഒരു സ്റ്റെപ്പ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് പ്രോസസ് ബി ചെയ്യാം. പ്രോസസ് ബി ക്വസ്റ്റ്യൻ എല്ലാവരും എടുത്ത് വെച്ചോളൂ. ഹിയർ ഫസ്റ്റ് യു ഹാവ് ടു ട്രാൻസ്ഫർ ഹിയർ ടു പ്രോസസ് എ എന്ന് എഴുതാം. 9,500 16625. നാ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും സൺട്രി മെറ്റീരിയൽ ഇസ് ദർ, ലേബർ ഇസ് ദർ ആൻഡ് ഡയറക്റ്റ് എക്സ്പെൻസ്, റൈറ്റ്? ആൻഡ് ഇറ്റ് കംസ് 1,500 ക്വസ്റ്റ്യനിലുണ്ട്, 8,000 ക്വസ്റ്റ്യനിലുണ്ട്, 1,188 ക്വസ്റ്റ്യനിലുണ്ട്. And here comes by normal loss, it is 5% of input. 9,500 5% എന്ന് പറഞ്ഞാൽ 475 കിട്ടും. ഏതിൻ്റെ 5%? 9,500 5%. ഇവിടെ എഴുതണ്ടല്ലോ, 9,500 5% into 50 പൈസയാണ്. 237.5 കിട്ടുക. ഇൻറ്റു ചെയ്താൽ ഞാനിവിടെ 238 എഴുതുന്നു. 50 പൈസയാണ്. 50 പൈസ 0.50. ഓക്കെ, അതും കഴിഞ്ഞു. ഇനി തന്നിരിക്കുന്നത്
ആക്ച്വൽ ഔട്ട്പുട്ടാണ്, അതായത് പ്രോസസ് സിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. 8100 റൈറ്റ്. ക്വസ്റ്റ്യൻ എടുക്കട്ടെ, ഫോണിലാണ് ക്വസ്റ്റ്യൻ, അതാണ് 9100, സോറി 9100. നോക്കിയേ, അബ്നോർമൽ ലോസ് ആണോ ഗെയിൻ ആണോ? ഈ ഭാഗമാണ് കൂടുതൽ, ഈ ഭാഗം കുറവാണ്. സോ ആ ഭാഗം 9575, 9575. ഹിയർ കം 75. ഇവിടെ വന്നു, നമ്മൾ എന്ത് മനസ്സിലാക്കി? ഇറ്റ് ഈസ് അബ്നോർമൽ ഗെയിൻ. ഓക്കെ, ഇനി നമുക്ക് ഇത് കണ്ടുപിടിക്കണം, ഇത് കണ്ടുപിടിക്കണം, ഇത് കണ്ടുപിടിക്കണം, ഇത് കണ്ടുപിടിക്കണം. നമുക്കറിയാം ഇക്വേഷൻ, നമുക്കറിയാം കോസ്റ്റ് പെർ യൂണിറ്റ് ഇസ് ഈക്വൽ ടു, ഐ എം നോട്ട് ഗോയിങ് ടു റൈറ്റ് ദ ഇക്വേഷൻ അഗെയിൻ. ടോട്ടൽ എക്സ്പെൻസ് ആണ്, ടോട്ടൽ എക്സ്പെൻസ് ഇൻകേർഡ് മീൻസ് ഇത് പ്ലസ് ഇത് പ്ലസ് ഇത് പ്ലസ് ഇത്. You will get 27313. ഈ ഭാഗം ആഡ് ചെയ്ത 27313 കിട്ടും. മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഓഫ് നോർമൽ ലോസ്, ദാറ്റ് ഇസ് 238. നോർമൽ ഇൻപുട്ട്, സോറി ഗ്രോസ് ഇൻപുട്ട് മൈനസ് നോർമൽ ലോസ്. ഓക്കെ, ആ പാർട്ട് സ്കിപ്പായാൽ ഒന്നും മനസ്സിലാവില്ലേ, ഞാൻ കാണണമെന്ന് പറഞ്ഞില്ലേ നിങ്ങളടുത്ത് ആ പാർട്ട്. ജസ്റ്റ് 3 per യൂണിറ്റ്. ഈ പെർ യൂണിറ്റ് ഏതിനൊക്കെ ആപ്ലിക്കബിൾ ആണ്? ഇതിനും ആപ്ലിക്കബിൾ ആണ്, ഇതിനും ആപ്ലിക്കബിൾ ആണ്. സോ ഇറ്റ് ഇസ് 75 into 3, 225, and here comes 27300. ഓക്കെ, അപ്പോൾ അതും കഴിഞ്ഞ്, അതും നമ്മൾ ചെയ്തു. ബട്ട് ഹിയർ കംസ് അബ്നോർമൽ ഗെയിൻ ആയിട്ട് വന്നത്, ഇവിടെ വന്നിരിക്കുന്നത് അബ്നോർമൽ ലോസ്. ഓക്കെ, ഇനി ഇത് നിങ്ങൾ ടോട്ടൽ ചെയ്തിട്ട് ഇടണം. ടോട്ടൽ ചെയ്തോ, നിങ്ങൾ ടോട്ടൽ ചെയ്യുക, ഇടുക. ഓക്കെ, ഓക്കെ. ഇനി പ്രോസസ് സി, ഇത് ഞാൻ മയക്കുവാണ്. ഞാനിവിടെ തന്നെ പ്രോസസ് സിയും കൂടെ ഇൻക്ലൂഡ് ചെയ്യട്ടെ. ബിക്കോസ് നമുക്കിനി അബ്നോർമൽ ലോസ് അക്കൗണ്ട് വരയണം, അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് വരയണം, നോർമൽ ലോസ് അക്കൗണ്ട് വരയണം. ഓക്കെ, this is our last process, process C. ഇത് ഇങ്ങോട്ടേക്ക് പോകും. to process B, 9100, 27 300. ക്വസ്റ്റ്യൻ എടുത്തോ, ക്വസ്റ്റ്യൻ എടുത്തോ. to sundry expenses 500, to labor 6500, to direct expense 2009, and here comes normal loss. എത്ര പെർസെൻറ്റേജ് ആണ്? 8% ഓഫ് 9100ൻ്റെ 8%. എന്നിട്ട് പെർ യൂണിറ്റ് എത്രയാണ്? 1, and sold for ₹1. Okay, and last one, it is actual output, that is തീർന്നില്ല, process is completed, so it is finished goods. Process complete ചെയ്താൽ പിന്നെ അതിന് finished goods എന്ന് കേട്ടാ പറയാ. finished goods. transfer to warehouse ആണെങ്കിൽ transfer to warehouse ആണ്. എന്താ ട്രാൻസ്ഫർ ചെയ്യുന്ന? finished goods, so it should be written as finished goods. Okay, finished goods എത്രയാണ്? 8100. So 9100 into 8%, you will get 728 into 1, 728. ഇനി ലോസ് ആണോ ഗെയിൻ ആണോ അല്ലെങ്കിൽ ഒന്നുമില്ല അത് നോക്കണം. ഹിയർ ഈ ഭാഗത്ത് 9100 is there, ഈ ഭാഗത്ത് 9100, ഈ ഭാഗം കുറവായിരിക്കും. യു വിൽ ഗെറ്റ് ഹിയർ അബ്നോർമൽ ലോസ് 272. ഈ ഭാഗം ആഡ് ചെയ്ത് നോക്കാൻ അറിയാലോ. ലെറ്റ്സ് സീ 272. ഓക്കെ, ഇനി ഇത് കണ്ടുപിടിക്കണം, ഇത് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? സെയിം ഇക്വേഷൻ, ഇത് ആഡ് ചെയ്യുക, ലെസ് ചെയ്യുക, ഇത് ലെസ് ഇത് ഡിവൈഡ് ചെയ്യുക, യു വിൽ ഗെറ്റ് പെർ യൂണിറ്റ്. ഓക്കെ, അവിടെ ഞാൻ ചെയ്തിട്ടുണ്ട്. പെർ യൂണിറ്റ് 4.25 കിട്ടും. അതിനെ നമുക്ക് ഇത് രണ്ടിനെ കൊണ്ട് ഇൻറ്റു ചെയ്യാം. യു വിൽ ഗെറ്റ് 272 into 4.25, you will get 1156. ഇൻറ്റു ചെയ്ത് നോക്കിക്കോളണേ.
and into 8500 you will get 34425. ടോട്ടൽ നിങ്ങൾ ഇവിടെ ഇടുക. ഓക്കെ, അപ്പോൾ നമ്മൾ മൂന്ന് പ്രോസസ്സ് അക്കൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഇനി നമ്മുടെ പ്രശ്നം, now we have to prepare abnormal. ഫസ്റ്റ് നമുക്ക് ലോസ് വരെ അല്ല, അബ്നോർമൽ ലോസ് അക്കൗണ്ട് വരയണം. abnormal gain account and normal loss account. Okay, so നമുക്ക് ഈ 3 അക്കൗണ്ടും കൂടെ വരച്ചാൽ നമ്മൾ ഈ 8 മാർക്ക് നമ്മളെ കയ്യിൽ കിട്ടി. സി, അബ്നോർമൽ ലോസ് എങ്ങനെ വരെയെന്ന് നോക്കാം. ഒന്നുമില്ല, ഓരോ അക്കൗണ്ട് നിന്നാണ് ആദ്യം നമ്മൾ അതിലോട്ട് പ്ലേസ് ചെയ്യേണ്ടത്. സോ നിങ്ങൾ നോക്കി ഏത് അക്കൗണ്ടിലാണ് ആദ്യം. 1 മിനിറ്റ്, കാൽക്കുലേറ്റർ റെഡി ആക്കിക്കോട്ടെ. ഓക്കെ, നോക്കി ഏത് അക്കൗണ്ടിലാണ് ഉള്ളത് അബ്നോർമൽ ലോസ് നോക്കിയിട്ട് പറഞ്ഞാട്ടെ. ഇവിടെ. സോ ഇതിന്റെ കൗണ്ടർ ഇഫക്റ്റ് വിൽ കം ടു പ്രോസസ് എ അല്ലെ. ബൈ അബ്നോർമൽ ലോസ് എന്ന് പറയുമ്പോൾ അബ്നോർമൽ ലോസ് അക്കൗണ്ടിൽ ടു പ്രോസസ് എ 200 350. ഓക്കെ, നൗ അഗെയിൻ നെക്സ്റ്റ്. പിന്നെയോ ഇപ്പം തന്നെ എന്ത് ചെയ്യുക? ഓൾറെഡി നമ്മളിവിടെ എഴുതിയില്ലേ പ്രോസസ് എ. ഇപ്പം നമ്മൾ ഇപ്പം തന്നെ ഇവിടെ എന്ത് എഴുതുക? ബൈ ക്യാഷ് എന്ന് എഴുതുക. എന്നിട്ടോ ഈ 200 നമുക്ക് വിൽക്കാൻ പറ്റും. ബിക്കോസ് വി ആർ ട്രീറ്റിംഗ് ഇറ്റ് ആസ് നോർമൽ ലോസ്. നമുക്ക് വിൽക്കാൻ പറ്റുന്നുണ്ടല്ലോ 25 പൈസക്ക്. അപ്പം നമുക്ക് എന്തും വിൽക്കാൻ പറ്റും. അബ്നോർമൽ ലോസും സെയിൽ ചെയ്യാൻ പറ്റും എന്നുള്ള അസംഷൻ നമ്മൾ ഓൾറെഡി കവർ ചെയ്തു പറഞ്ഞതാണ്. So 200 into 0.25 you will get 50. എവിടുന്ന് കിട്ടി? 200 into scrap value of first processൽ scrap value 25. നോർമൽ ലോസ് വെക്കുന്ന സ്ക്രാപ്പ് വാല്യൂ. ഓക്കെ, അപ്പോൾ അതവിടെ കഴിഞ്ഞു. ഇനി here comes സെക്കൻഡിൽ ലോസ് അബ്നോർമൽ ലോസ് ഉണ്ടോ? നോ, ഇറ്റ് ഇസ് അബ്നോർമൽ ഗെയിൻ. ലീവ് ഇറ്റ്. Process C, abnormal loss. So ഇതിന്റെ counter entry to process C. It is 272 and here it is 1156. പ്രശ്നമൊന്നുമില്ലല്ലോ, അത് ഞാൻ അവിടെ എഴുതി. ഇനി അപ്പം തന്നെ എന്ത് ചെയ്യാം? ഇഫ് നോർമൽ ലോസിന് സ്ക്രാപ്പ് വാല്യൂ ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഏതിനും സ്ക്രാപ്പ് വാല്യൂ ഉണ്ടാവും. അബ്നോർമൽ ലോസ് ഞാൻ ഇവിടെയും ബൈ ക്യാഷ് എന്ന് എഴുതുന്നു 272, ബട്ട് 1 രൂപയാണ് ഇവിടെ സ്ക്രാപ്പ് വാല്യൂ. 272 into 1, that is 272. കഴിഞ്ഞല്ലോ. ഇനി ബാക്കിയുള്ളത് ഇടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യടാ. കോസ്റ്റിംഗ് P&L അക്കൗണ്ട് ഇവിടെ വരും. അത് ബൈ കോസ്റ്റിംഗ് P&L അക്കൗണ്ട്. ഇത് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഈ കോളം നില്ലാവും. ബിക്കോസ് ഈ കോളം 472, ഹിയർ ഓൾസോ 472. നമ്മൾ വിറ്റു എന്നുള്ള മീനിങ്. ബട്ട് നമ്മുടെ നഷ്ടം ഇനിയും അവിടെ എത്രയുണ്ട് അത് ബാലൻസ് ചെയ്താൽ യു വിൽ ഗെറ്റ് 1184 ബാലൻസിങ് ഫിഗർ. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണ്. നൗ കംസ് അബ്നോർമൽ ഗെയിൻ. ഇതിൽ അബ്നോർമൽ ഗെയിൻ ഉണ്ടോ? ഇല്ല. ബിക്കോസ് ഓൾറെഡി ഇതിൽ അബ്നോർമൽ ലോസ് ഉണ്ട്. സി, പ്രോസസ് ബി അബ്നോർമൽ ഗെയിൻ ഇസ് ദർ. സോ ഇതിന്റെ കൗണ്ടർ എൻട്രി എന്ന് പറഞ്ഞാൽ ഇവിടെ 2 ആണ്. അപ്പോൾ ഇവിടെ ബൈയിൽ വരും. ബൈ പ്രോസസ് ബി. ഹൗ മച്ച്? 75 and 225. ഓർമ്മിച്ചോ? എന്താ ഞാൻ ഇപ്പം നമ്മൾ ഇതിന്റെ തിയറി കഴിഞ്ഞത്, ഇതിന്റെ കോൺസെപ്റ്റ് ഇപ്പം കഴിഞ്ഞതേ ഉള്ളൂ. എന്താ ഇവിടെ ഓൾറെഡി 475 ഇസ് ദർ. ഇത്ര ഇല്ല നോർമൽ ലോസ്. അപ്പോൾ ആ നോർമൽ ലോസിൽ കിട്ടിയ ഈ ഇത്രയും വാല്യൂവിന് നമ്മൾ എന്ത് ചെയ്യണം? 75 കിട്ടിയ വാല്യൂവിനെ കുറച്ച് കാണിക്കണം. ഓക്കെ, ഞാൻ വീണ്ടും പറയാത്തത് ഇപ്പം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തല്ലേ ഉള്ളൂ. സോ നോർമൽ ലോസ് എന്ന് എഴുതും, 75 ഇവിടെ എഴുതും, ഈ പൈസ ഇവിടെ എഴുതും. എത്ര പൈസനെ കൊണ്ട് എൻഡ് ചെയ്യേണ്ട? 50. കോൺസെപ്റ്റ് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞ് തന്നു. ഓക്കെ, 75 അല്ലടാ. യാ, 75 into 0.5 ഇറ്റ് ഇസ് 37.5 അല്ലേ? സോ ഇവിടെ നമുക്ക് 37.5 കിട്ടും. 37.5 നിങ്ങളത് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ 37.5 എന്നൊന്നും എഴുതണ്ട. നമുക്ക് എന്ത് ചെയ്യാം? റൗണ്ട് ചെയ്തിട്ട് ഒരു 38 അങ്ങ് ഇട്ട് കൊടുക്കാം. ഓക്കെ,
ഇനി നമ്മളിത് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ബാലൻസിങ് ഫിഗർ കിട്ടും. കോസ്റ്റിംഗ് P&L അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. 187 ആയിരിക്കും ബാലൻസിങ് ഫിഗർ കിട്ടും. ഓക്കെ, ബാക്കിയെല്ലാം നിങ്ങൾ ചെയ്യും. ഇനി നിങ്ങൾ ഇതുവരെ പ്രിപ്പയർ ചെയ്യാത്തൊരു അക്കൗണ്ട് നോർമൽ ലോസ് അക്കൗണ്ട്. ഓക്കെ, നമ്മൾ നോർമൽ ലോസ് അക്കൗണ്ട് ഇതുവരെ നമ്മൾ വരച്ചിട്ടില്ല. ശ്രദ്ധിച്ച് കേട്ടോ, ഇതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. നല്ലോണം ശ്രദ്ധിച്ചാൽ ഒരു പ്രശ്നമില്ല കേട്ടോ. സോ ഹിയർ കം നോർമൽ ലോസ് അക്കൗണ്ട്. ഓക്കെ, ആദ്യം നമുക്ക് എളുപ്പമുള്ള ചെയ്യാം. ആദ്യം പ്രോസസ് എയിൽ ഇവിടെ കാണാമല്ലോ നോർമൽ ലോസ്, പ്രോസസ് ബിയിൽ ഇവിടെ കാണാമല്ലോ നോർമൽ ലോസ്, പ്രോസസ് സിയിൽ കാണുന്നുണ്ടല്ലോ. ആദ്യം ഞാൻ അത് പോസ്റ്റ് ചെയ്യാണ്. ഈസി അല്ലേ? ടു പ്രോസസ് എ 375, പ്രോസസ് ബി 475, 238, പ്രോസസ് സി 728, 720. ഓക്കെ, ഇനി ശ്രദ്ധിച്ചു കേട്ടോളെ. ഇനി വേറെ എവിടെയോ ഉണ്ട് ഒരു സ്ഥലത്തും കൂടി നോർമൽ ലോസ്. എവിടെയോ അബ്നോർമൽ ഗെയിൻ അക്കൗണ്ടിലും നമുക്കറിയാം നമ്മളൊരു നോർമൽ ലോസ് എന്ന് പറഞ്ഞ് ഇവിടെ എഴുതുന്നുണ്ട്. ആദ്യം അത് ബോധറേ ചെയ്യേണ്ട. ഏത് പ്രോസസ്സിലാണോ അബ്നോർമൽ ഗെയിൻ ഉള്ളതെന്ന് നമ്മളൊന്ന് നോക്കി വെക്കുക. ഏത് പ്രോസസ്സിലാണോ അബ്നോർമൽ ഗെയിൻ ഉള്ളത്? ബിയിൽ, അതായത് ഈ സാധനത്തിനകത്ത്. അപ്പം അതിനെ അവിടെ വെച്ചോളെ. അതിനെ അവിടെ വെച്ചിട്ട് നിങ്ങൾ എഴുതിക്കോ ടു പ്രോസസ് എ. ഈ സാധനം തന്നെ ഇവിടെ എടുത്തെഴുതാം. സോറി, ടു സെയിൽ, അതായത് നമ്മൾ വിറ്റ് എന്ന് പറയുന്നത്. ഓൾറെഡി ഇതിവിടെ ഉണ്ട്, പ്രോസസ് സെയിൽ ഉണ്ട്. ഇനി നമ്മളത് സെയിൽ ചെയ്യുന്നത്, അത് ക്യാഷ് കിട്ടിയ എൻട്രി കാണിക്കുക. ഇത് വിറ്റിട്ട് നമുക്ക് പൈസ വരൂലേ, ആ എൻട്രി ഇവിടെ കാണിക്കുക ബൈ ക്യാഷ്. ഞാനിപ്പോൾ എഴുതുന്നത് പ്രോസസ് എയുടെ സെയിൽ, അതായത് സെയിൽ ചെയ്തിട്ട് കിട്ടിയ പൈസ. അതായത് മീനിങ് ഇസ് ഈ 300 യൂണിറ്റ് 75 രൂപക്ക് വിറ്റ് ആ പൈസ എൻ്റെ കയ്യിലേക്ക് വന്നു. സോ അതേ എമൗണ്ട് ഞാൻ എവിടെ എഴുതും? ബൈ സ്ക്രാപ്പ് എന്നാ, ക്യാഷ് എന്നാ, വാട്ട് എവർ ഇറ്റ് ഈസ് യു റൈറ്റ്. നിങ്ങൾ എഴുതുക. ചില ഓതേഴ്സ് സ്ക്രാപ്പ് എന്ന് എഴുതിയാണ്, ഇവിടെ തന്നെ എഴുതും. അതിൽ അബ്നോർമൽ ഗെയിൻ ഇല്ല, അതുകൊണ്ട് ഒരു പ്രശ്നമില്ല, ഞാൻ അവിടെ എഴുതി. ഓക്കെ, ഇനി ബിയിൽ അബ്നോർമൽ ഗെയിൻ ഉണ്ട്. ബീനെ ഇപ്പം തൊടാൻ പറ്റില്ല, അവിടെ വെച്ചോളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അവിടെ എഴുതാം ബൈ പ്രോസസ് സി. സിയിലും അബ്നോർമൽ ഗെയിൻ ഇല്ല, അപ്പം സിയിലും അങ്ങനെ തന്നെ എഴുതാം ബൈ ക്യാഷ്. അതായത് നമ്മൾ സെയിൽ ചെയ്തു. എത്ര? 728 വിറ്റു, 228 കിട്ടി. ഇതുവരെ സംശയമൊന്നുമില്ലല്ലോ. അബ്നോർമൽ ലോസ് വരുന്ന പ്രോസസ്സിലൊന്നും ഒരു പ്രശ്നവുമില്ല. അതേപോലെ എൻട്രി ഇപ്പുറത്ത് എഴുതാം. സെയിൽ ചെയ്തു എന്നുള്ള മീനിങ്, സെയിൽ ചെയ്തിട്ട് ക്യാഷ് വന്നു എന്നുള്ള മീനിങ്ങിൽ നമ്മൾ അവിടെ കാണിച്ചു. ഓക്കെ, ഇനി പ്രോസസ് ബീനെ നമ്മളൊന്ന് ശരിയാക്കണം. ബീൻ്റെ പ്രശ്നം എന്താ? ബീൻ്റെ പ്രശ്നം 475 രൂപ ഉണ്ട്. ആദ്യം ഞാൻ ഈസി മെത്തേഡിൽ ചെയ്യുന്ന പറഞ്ഞുതരാം. ഓക്കെ, 475 ഉണ്ട്. അബ്നോർമൽ ഗെയിൻ എത്രയാ? അബ്നോർമൽ ഗെയിൻ എത്രയാ? 75. അതായത് ഈ എൻട്രീനെ ഞാൻ ഇവിടെ കൊണ്ടുവരുന്നു. ഈ എൻട്രീൻ്റെ കൗണ്ടർ എൻട്രി നമ്മൾ എഴുതിയില്ലല്ലോ, അതിനെ ഞാൻ ഇവിടെ കൊണ്ടുവരുന്നു. പ്രോസസ് ബി റിലേറ്റഡ് ആണിത്, സോ അതിനെ ഞാൻ ഇവിടെ കൊണ്ടുവരുന്നു. എന്തെഴുതും? ബൈ അബ്നോർമൽ ഗെയിൻ. ഇതിനെ ഇവിടെ കൊണ്ടുവരുന്നു. 75, 38. ക്ലിയർ ആണല്ലോ? സംശയമൊന്നുമില്ലല്ലോ? ഇല്ല. ഇനി ഇവിടെ നോക്കിക്കോളെ. ഇത് ഏത് പ്രോസസ്സാ? പ്രോസസ് ബി. സോ ടോട്ടൽ ഇപ്പുറത്തെ ഭാഗത്ത് ഇറ്റ് ഇസ് 475 ഉണ്ട്, 238 ഉണ്ട്. അപ്പുറത്തെ സൈഡിലോ ബീൻ്റെ റിലേറ്റഡ് 75, 38 അല്ലേ? ഇനി ഇതിലെത്ര ഇനി ബാക്കിയുണ്ടോ? ടോട്ടൽ 475 ഇല്ലേ? ഇതിൽ 75 ആണ് അബ്നോർമൽ ഗെയിൻ. സോ ബാക്കി എത്ര? 400. പുട്ട് ഇറ്റ് ഹിയർ 400. ഇനി ഇവിടെ 238, ഇവിടെ എത്ര? 38. സോ ബാക്കി എത്ര? 200. ആൻഡ് ഹിയർ കംസ് ബൈ ക്യാഷ്. ഏത് പ്രോസസ്സിൻ്റെ ക്യാഷ്? ബി. ഇത് ഏത് വിറ്റത്? എ. ഇത് ഏത് വിറ്റത്? സി. ആൻഡ് ഹിയർ ഇറ്റ് ഇസ് അബ്നോർമൽ ഗെയിൻ. ഇങ്ങനെയാ എഴുതേണ്ടത്. ഐ നോ സം പീപ്പിൾ, സം സ്റ്റുഡൻസ് didn't get it. So repeating again
ഈ എൻട്രി പാസ് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാം അറിയാം. ഇത് ഇങ്ങോട്ട് എഴുതി, ഇത് ഇങ്ങോട്ട് എഴുതി, ഇത് ഇങ്ങോട്ട് എഴുതി. ഓക്കെ, ഇനി അബ്നോർമൽ ഗെയിൻ ഉള്ള സ്ഥലം മാത്രം ലീവ് ചെയ്യുക. ദാറ്റ് ഈസ് പ്രോസസ് ബി. അബ്നോർമൽ ഗെയിൻ ഉള്ളത് പ്രോസസ് ബി. ലീവ് പ്രോസസ് ബി. പ്രോസസ് എയും പ്രോസസ് സിയും നേരെ ഇപ്പുറത്ത് എഴുതുക. ബട്ട് എൻട്രിയിൽ എന്തായിരിക്കണം? ബൈ ക്യാഷ്. സെയിം സാധനം ഇപ്പുറത്തോട്ട് അങ്ങ് എഴുതുക. 75 ആൻഡ് ഹിയർ ഓൾസോ കുറച്ച് താഴെ എഴുതുന്നത് ബൈ ക്യാഷ്. ദിസ് ഈസ് റിലേറ്റഡ് ടു പ്രോസസ് എ, ദിസ് ഈസ് റിലേറ്റഡ് ടു പ്രോസസ് സി. 728, 728. സംശയമൊന്നുമില്ലല്ലോ? ഇല്ല. ഇനി എവിടെയുണ്ട് അബ്നോർമൽ ഗെയിൻ? പ്രോസസ് ബി. ആൻഡ് അബ്നോർമൽ ഗെയിൻ അക്കൗണ്ടിൽ ഒരു എൻട്രിയിൽ നോർമൽ ലോസ് ഇസ് ദാറ്റ്. സോ ഇതിന്റെ കൗണ്ടർ എൻട്രി ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യാം. ഇതിന്റെ കൗണ്ടർ എൻട്രി ഇറ്റ് വിൽ കം ബൈ abnormal gain. 75, 38. So ഈ പ്രോസസ് ബിന്റെ കാര്യമാണ് ഇവിടെ എഴുതിയത്. പ്രോസസ് ബിയിൽ ടോട്ടൽ ഹൗ മച്ച്? 475. 75 കിട്ടി, അബ്നോർമൽ ഗെയിനിലുണ്ട്. ഇനി ബാക്കി എത്രയേ വിൽക്കാനുള്ളൂ? 400. 238 ഇവിടെ കിട്ടി. ഇവിടെ എത്ര? 38. ബാക്കി എത്ര? 200. സോ ഹിയർ കംസ് ബൈ ക്യാഷ് പ്രോസസ് ബി. ടോട്ടൽ 475. ഇവിടെ ടോട്ടൽ ചെയ്താൽ എത്ര കിട്ടണം? 475. 238. ഇത് രണ്ടും ടോട്ടൽ ചെയ്താൽ എത്ര കിട്ടണം? 238. ഇതെല്ലാം കൂടി കഴിഞ്ഞാൽ ഈ സാധനം എന്താവും? ടാലി ആവും. ഇതിൽ ബാലൻസ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇനി എൻട്രി എഴുതാൻ അവിടെ എങ്ങനെ പോസ്റ്റ് ചെയ്യേണ്ടതെന്ന് ക്ലിയർ ആണ്. ഇനി എന്താ സംഭവിച്ചതെന്നറിയോ? ഇവിടെ ശ്രദ്ധിച്ചോ. ഓക്കെ, ഇനി ഇവിടെ എന്താ അങ്ങനെ വന്നത്? ഇവിടെ ശ്രദ്ധിച്ചോ. ഹിയർ ഈ പ്രോസസ്സിന്റെ ഇൻപുട്ട്, പ്രോസസ് ബിന്റെ ഇൻപുട്ട് 9500 ആൻഡ് ലോസ്, നോർമൽ ലോസ് 475. എത്രയാ? രണ്ടും മൈനസ് ചെയ്താൽ 9500 മൈനസ് 475 ഇറ്റ് കം 9025. 9025 എക്സ്പെക്ട് ചെയ്തിട്ടുള്ളൂ. ബട്ട് ഹിയർ എത്ര വന്ന്? 9100. അതിന്റെ മീനിങ് ഇത്ര ഇല്ല. ആര്? നോർമൽ ലോസ് ഇത്ര ഇല്ല. നോർമൽ ലോസ് ഇത്രയില്ല. എത്രയേ ഉള്ളൂ? 400 ഉള്ളൂ. ബാക്കി 75 ഇസ് അബ്നോർമൽ ഗെയിൻ. ഓക്കെ, അങ്ങനെയല്ലേ വരുന്നത്? 9500 പ്ലസ് 400 മൈനസ് 400 9100 അല്ലേ? സോ 75 ഇസ് അബ്നോർമൽ ഗെയിൻ. അപ്പോൾ 75 അബ്നോർമൽ ഗെയിൻ. അപ്പോൾ നമ്മളെ കയ്യിൽ വിൽക്കാൻ എത്രയേ ഉള്ളൂ? 400 ഉള്ളൂ. ഇവിടെ ആക്ച്വലി എത്രയാണ് നമ്മുടെ നോർമൽ ലോസ്? 400. സോ ആ 400 നമ്മൾ സെയിൽ ചെയ്തു. 75 അബ്നോർമൽ ഗെയിനിൽ കാണിച്ചു. അതാണ് അവിടെ ചെയ്തത്. ഇനി ഒന്നും മനസ്സിലാവാത്തൊരു ഹറിബറി അല്ല, മീൻസ് ടെൻഷൻ ഒന്നും വേണ്ട. അബ്നോർമൽ ലോസ് ഉള്ള സാധനം നേരെ കൗണ്ടർ അങ്ങോട്ട് എഴുതുക. ആൻഡ് അബ്നോർമൽ ഗെയിൻ ഉള്ളത് ഏത് പ്രോസസ്സിലാന്ന് വെച്ചാൽ ആദ്യം ഈ എൻട്രി നമ്മൾ ഇങ്ങോട്ടേക്ക് പോസ്റ്റ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് ബിയിലല്ലേ നമുക്കുള്ള അബ്നോർമൽ ഗെയിൻ. സോ ബീനാടോ വെക്കുക ഈ സാധനം. അബ്നോർമൽ ഗെയിനിന്റെ എൻട്രി, ഗെയിൻ ഏത് പ്രോസസ്സിൽ? പ്രോസസ് ബിയിൽ. അത് ഇങ്ങോട്ട് എഴുതി. ഈ ഒരു എൻട്രി എഴുതിയപ്പോൾ ഇവിടെ 475, ഇവിടെയോ 400. സോ 75. ഇനി ബാക്കി ഇത് 475 ആവാൻ ഇവിടെ ഇനി എത്ര വേണം? 400. അതിവിടെ എഴുതി. ഇവിടെ 238, ഇവിടെയോ 38. സോ ഇനി എത്ര വേണം? 200. ഇങ്ങനെ അവിടെ പോസ്റ്റ് ചെയ്യാം. സോ ഇതാണ് നിങ്ങളുടെ എസ്സേ ടൈപ്പുള്ള ക്വസ്റ്റ്യൻ. ഈ നോർമൽ ലോസ് അക്കൗണ്ട് ടാലി ആവും. ഇതിൽ ബാലൻസ് ഉണ്ടാവില്ല. അബ്നോർമൽ ഗെയിൻ ആൻഡ് അബ്നോർമൽ ലോസ് അക്കൗണ്ട് വിൽ ബി ട്രാൻസ്ഫേർഡ് ടു കോസ്റ്റിംഗ് P&L അക്കൗണ്ട്. നമ്മൾ പ്രോസസ് ചെയ്യുന്ന പ്രോസസ് ബിയിലിട്ട്, പ്രോസസ് ബിനെ പ്രോസസ് സിയിലിട്ട്, സി ഇസ് ഫിനിഷ് ഗുഡ്സ് ആയിട്ട് അവിടെ കിടപ്പുണ്ട്. സോ ദിസ് ഇസ് യുവർ ലാസ്റ്റ് പ്രോബ്ലം ഫ്രം ദിസ് ചാപ്റ്റർ പ്രോസസ് കോസ്റ്റിംഗ്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. നമ്മൾ ക്ലാസ് വർക്ക് നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യും. ഇതിനകത്തുള്ള കുറേ ഇല്ലുസ്ട്രേഷൻസ് ചെയ്യാനുണ്ട്, എക്സസൈസ് ചെയ്യാനുണ്ട്, മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാനുണ്ട്. അത്രയും പാർട്ട് നമുക്ക് ചെയ്യാനുണ്ട്. അതുപോലെ ഞാൻ ഓവർഹെഡ് കോസ്റ്റിംഗിൻ്റെ തിയറി പാർട്ട് ഒന്നിക്കൽ ലൈവിൽ വരും, അല്ലെങ്കിൽ ത്രൂ വീഡിയോയിൽ തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. അത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വൈവ കണ്ടക്ട് ചെയ്യുകയും ചെയ്യും. ഓക്കെ, എനിവേ ഹാവ് എ നൈസ് ഡേ.